ജനവാസ മേഖലയിൽ വൻതോതിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ തള്ളി പരിസ്ഥിതി മലിനീകരണമുണ്ടാക്കിയ സംഭവത്തിൽ മീഡിയ വൺ ചാനൽ മാനേജിംഗ് എഡിറ്ററായ സി ദാവൂദിന്റെ നിരുത്തരവാദപരമായ നടപടിക്കെതിരെ നാട്ടുകാരിൽ കടുത്ത അമർഷവും പ്രതിഷേധവും ഉയരുന്നു. വാഴയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയെ തുടർന്ന് മലപ്പുറം ജില്ലയിലെ വാഴക്കാട് പോലീസാണ് സി ദാവൂദിനും മാലിന്യം തള്ളിയ നസീൽ എന്ന വ്യക്തിക്കുമെതിരെ കേസെടുത്തത്. ദാവൂദിന്റെ വീട്ടിലെ മാലിന്യമെന്ന് കണ്ടെത്തിയതടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവരുന്നുണ്ട്. വഴയൂർ താഴം ഭാഗത്തെ വിജനമായ സ്ഥലത്ത് വൻതോതിൽ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും കവറുകളും തള്ളിയ നിലയിൽ നാട്ടുകാരാണ് ആദ്യം ഇത് കണ്ടെത്തുന്നത്. വളരെ പ്രകൃതിരമണീയമായ പ്രദേശത്ത് വലിയ രീതിയിൽ അജൈവ മാലിന്യങ്ങൾ തള്ളിയത് ശ്രദ്ധയിൽപ്പെട്ടതോടെ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിൻ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ വിശദമായ പരിശോധനയിലാണ് മാലിന്യത്തിന്റെ യഥാർത്ഥ ഉറവിടം പുറത്തായത്. മാലിന്യ കൂമ്പാരത്തിനിടയിൽ നിന്നും മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദിന്റെ പേരും വിലാസവുമുള്ള ചില കവറുകളും അദ്ദേഹത്തിന്റെ മകളുടെ സ്കൂൾ ഐഡന്റിറ്റി കാർഡും നാട്ടുകാരും ഉദ്യോഗസ്ഥരും കണ്ടെത്തുകയായിരുന്നു. ഇതോടെയാണ് ഈ മാലിന്യങ്ങളെല്ലാം ദാവൂദിന്റെ വീട്ടിൽ നിന്നുള്ളതാണെന്ന് കൃത്യമായി സ്ഥിരീകരിച്ചത്. അതേസമയം പഞ്ചായത്ത് ഭാരവാഹികളെ ദാവൂദ് ഭീഷണിപ്പെടുത്തി എന്ന വാർത്തയും വരുന്നുണ്ട്. തന്റെ പക്കൽ നിന്നും വന്ന വീഴ്ച പുറത്തായതോടെ പഞ്ചായത്ത് അധികൃതർ വിശദീകരണം തേടിയപ്പോൾ താൻ അടുത്തിടെ വീട് മാറിയപ്പോൾ ഒഴിവാക്കിയ മാലിന്യങ്ങളാണിതെന്ന് സി ദാവൂദ് സമ്മതിച്ചു. എന്നാൽ തെറ്റ് സംബന്ധിച്ചത് പരിഹരിക്കുന്നതിന് പകരം താൻ ഉന്നതനായ ഒരു മാധ്യമ പ്രവർത്തകരാണെന്നും അതിനാൽ കേസ് ഒഴിവാക്കണമെന്നും അല്ലാത്ത പക്ഷം ഗുരുതരമായ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നും കാണിച്ച് പഞ്ചായത്ത് അധികൃതരെ ഭീഷണിപ്പെടുത്താനാണ് സി ദാവൂദ് ആദ്യം ശ്രമിച്ചത്. ഈ ഭീഷണികൾക്ക് വഴങ്ങാൻ തയ്യാറാകാതിരുന്ന പഞ്ചായത്ത് സെക്രട്ടറി വിഷയം വാഴക്കാട് പോലീസിന് കൈമാറുകയായിരുന്നു. വാഴക്കാട് പോലീസ് സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ: പൊതുസ്ഥലത്ത് അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിച്ച് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുകയും പൊതുജന ആരോഗ്യത്തിന് ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്തതിനാണ് സി ദാവൂദിനും നസീലിനുമെതിരെ വാഴക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ദാവൂദിനെതിരെ ആദ്യം കേസെടുത്തിരുന്നതായി വാഴക്കാട് CI രാജൻ ബാബു മറുനാടിനോട് വ്യക്തമാക്കി. ദാവൂദിന്റെ വീട്ടിലെ വൻതോതിലുള്ള അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നസീൽ എന്ന വ്യക്തിയെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ നസീൽ ഇത് സുരക്ഷിതമായി സംസ്കരിക്കുന്നതിന് പകരം ജനവാസ മേഖലയിൽ തള്ളുകയായിരുന്നു. മാലിന്യം ദാവൂദിന്റെ വീട്ടിലേതാണെന്ന് പഞ്ചായത്ത് അധികൃതർ തിരിച്ചറിഞ്ഞതോടെ മീഡിയ വൺ ചാനൽ മാനേജിംഗ് എഡിറ്ററെയും മാലിന്യം തള്ളിയ നസീലിനെയും പഞ്ചായത്ത് അധികൃതർ വിളിച്ചു വരുത്തി. എന്നാൽ ആദ്യഘട്ടത്തിൽ താനല്ല മാലിന്യം തള്ളിയതെന്ന നിലപാടിൽ നസീൽ ഉറച്ചു നിന്നതോടെയാണ് ഇരുവരുടെയും പേരിൽ പഞ്ചായത്ത് സെക്രട്ടറി ഔദ്യോഗികമായി പരാതി നൽകിയത്. തുടർന്ന് നസീലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെ താനാണ് ദാവൂദിന്റെ വീട്ടിലെ മാലിന്യങ്ങൾ തള്ളിയതെന്ന് ഇയാൾ സമ്മതിക്കുകയായിരുന്നു. നസീലിനെ ചോദ്യം ചെയ്ത ശേഷം പിന്നീട് ജാമ്യത്തിൽ വിട്ടു. നസീൽ കുറ്റം ഏറ്റെടുത്തതോടെ ദാവൂദിനെ കേസിൽ നിന്നും താൽക്കാലികമായി ഒഴിവാക്കാൻ നിയമപരമായി വഴിയൊരുങ്ങിയെങ്കിലും തന്റെ വീട്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഇത്തരം അനധികൃതവും നിയമവിരുദ്ധവുമായ മാർഗങ്ങൾ ഉപയോഗിച്ച ചാനൽ മേധാവിക്കെതിരെ നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. സമൂഹത്തിൽ വലിയ തരത്തിൽ മൂല്യങ്ങളെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു പ്രമുഖ ചാനലിന്റെ മാനേജിംഗ് എഡിറ്റർ തന്നെ സ്വന്തം വീട്ടിലെ മാലിന്യങ്ങൾ പൊതുവഴിയിൽ തള്ളാൻ കൂട്ടുനിന്നത് തികച്ചും നിരുത്തരവാദിത്തപരമായ നടപടിയാണെന്ന വിമർശനമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്.